ചായയും കടിയൊക്കെ ഒരുക്കിയ കൈക്കാരന്മാർക്കും പ്രതീക്ഷിച്ചതല്ല ഇവിടേക്ക് വന്നിങ്ങനെ ഈ ദിവസങ്ങൾ ഉണ്ടാവുന്നുള്ളത്. ഈ ഒരു വർഷങ്ങൾ 4 വർഷം കർത്താവ് നടത്തിയ വഴികൾക്ക് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും ഒരു അത്ഭുതം എന്നോണം നിങ്ങളുടെ ഷെയർ ചെയ്യാൻ അടിച്ചത് ചെറിയ കാര്യമാണ്, പക്ഷേ വലിയ കാര്യമല്ല. എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഞാൻ പട്ടം കിട്ടിയ വർഷം തൊട്ട് 2022 പിതാവ് പട്ടം തരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2023 ഫസ്റ്റത്തെ വാർഷികാഘോഷം ഞാൻ ജടയപാളയം സ്കൂളിലാണ്. അന്ന് അവിടെ മീറ്റിംഗ് വെച്ച് ഞാൻ പിതാവിനോട് പല പ്രാവശ്യം പറഞ്ഞു മീറ്റിംഗ് മാറ്റണം എന്ന്. കാരണം ഞാൻ വീട്ടിൽ പോകും, ഇടവകയിലാണ് കുർബാന എല്ലാം. പിതാവ് അന്ന് തന്നെ വെക്കണം എന്ന് പറഞ്ഞ് മീറ്റിംഗ് അന്ന് വെച്ച് കോയമ്പത്തൂരിൽ നിന്ന് വന്ന് പിതാവിൻ്റെ കൂടെ വരാം, എന്നിട്ട് സ്കൂളിൽ മീറ്റിങ്ങിന് പോകാൻ പറഞ്ഞ പിതാവ് അങ്ങനെ എല്ലായിടത്തും കൊണ്ടുവന്ന് അന്ന് രണ്ടാമത്തെ വർഷം അല്ല ഫസ്റ്റ് വർഷം അങ്ങനെ ആഘോഷിച്ചു. രണ്ടാമത്തെ വർഷം വീണ്ടും ഞാൻ കുട്ടിപ്പാളയത്തായിരുന്നുകൊണ്ട് സ്കൂളിൽ അതേ ദിവസം മീറ്റിംഗ് വന്നു. ഞാൻ വീട്ടിലാന്ന് പറഞ്ഞു മീറ്റിംഗ് ആണെങ്കിലും ലാസ്റ്റ് പിതാവ് വന്ന് പിതാവിൻ്റെ വണ്ടിയിൽ എന്നെ കൊണ്ടുപോയി. കഴിഞ്ഞ വർഷമാണ് തൊട്ടിപ്പാളത്ത് ഞാൻ കോരുന്ന സമയമായി മാറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ കപ്പയുള്ള പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇതുപോലെ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് സമയങ്ങളൊക്കെ ആയി തുടങ്ങിയപ്പോൾ അവിടെ കപ്പയുടെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഡേറ്റ് കിട്ടിയത് ഇതുപോലെ ദിവസമായിരുന്നു. കഴിഞ്ഞൊരു വ്യാഴാഴ്ച ആയിരുന്നു. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയിലും പിതാവ് അവിടെ കുർബാനയ്ക്ക് വരുന്നതുകൊണ്ട് വ്യാഴാഴ്ചയായിരുന്നു അവിടെ കഴിഞ്ഞു. ഈ വർഷം ഞാൻ പിതാവിനെ കാണാൻ പോകാമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ വിളിച്ചേണ്ട കൂടെ വരുമ്പോഴാണ് മേട്ടൂരിൽ നിന്ന് വരുമ്പോഴാണ് ആന്റിയച്ഛനെ വിളിച്ച് പിതാവിനെ അപ്പോയിൻമെന്റ് എടുക്കാനായിട്ട് വിളിച്ചത്. ഒരു അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ ഫോൺ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ പിതാവിനെ അപ്പോയിൻമെന്റ് എടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു പിതാവ് വ്യാഴം വെള്ളിയോടെ ഇല്ല എന്ന് പറഞ്ഞു. അത് അപ്പം തന്നെ അച്ഛൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ പിതാവ് വ്യാഴം വെള്ളി സേലത്താണ്. ഞാൻ പിതാവിനെ വിളിച്ചിട്ടില്ല. പിതാവ് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പിതാവ് അപ്പോ ബിൻചാണ്ടിൽ അവരെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. ടിക്കറ്റ് അവര് കിട്ടിയില്ല, കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ പിതാവ് എന്നോട് വ്യാഴാഴ്ച വന്നിട്ട് നിന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിതാവ് ഇന്നലെ വൈകുന്നേരം വന്നിന്ന് രാവിലെ പിതാവിൻ്റെ കൂടെ കുർബാന എത്തിക്കാനായിട്ട് സാധിച്ചു. അത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണും. കാരണം 5 വർഷം വേറെ ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നില്ല തുടർച്ചയായിട്ട്. അപ്പോൾ കർത്താവ് നമ്മുടെ ചെറിയ പ്രാർത്ഥനകളൊക്കെ കാണുന്നുണ്ടെന്നും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വരെ കർത്താവ് നമുക്ക് സാധിച്ചു തരും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ ഒരു ദിവസം അവന് തുടർന്നുള്ള പൗരോഹിത്യ ജീവിതം അനുഗ്രഹപ്രദമാവാനായിട്ട്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കൊരു സന്തോഷമുള്ളത് പട്ടം കിട്ടിയതിനെ വരെ നമ്മൾ കൈവച്ചതൊക്കെ കർത്താവ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് എൻ്റെ കഴിവല്ല, കർത്താവ് നടത്തിയതാണ്. അത് തുടർന്നും അങ്ങനെയൊക്കെ നടക്കാനായിട്ട് സാധിക്കട്ടെ. ഇങ്ങനെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഇന്നലെ വൈകുന്നേരം മുതലും ഇന്ന് രാവിലെ മുതലും ആശംസകൾ അറിയിച്ചും ഫോണിലൂടെ നേരിട്ടും പല രീതി ഗ്രൂപ്പുകളിലൂടെയൊക്കെ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും പ്രാർത്ഥിച്ച പ്രത്യേകിച്ച് കുർബാനയിലൊക്കെ പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് സ്റ്റേഷനും എല്ലാ സംഘടനകൾക്കും യൂണിറ്റുകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും അതിലൂടെ നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ